ഇഡി റെയ്ഡിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാദം തെറ്റെന്ന ആരോപണം. റെയ്ഡ് വിവരം ഇന്റലിജൻസ് വിഭാഗം അറിഞ്ഞിരുന്നുവെന്നും അവർ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരുന്നുവെന്നും വ്യക്തമാകുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും മുഖ്യമന്ത്രി റെയ്ഡ് വിവരം അറിയിച്ചില്ല. കോൺഗ്രസിനുള്ളിലും പ്രതിഷേധം. റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ പകപോക്കൽ എന്ന വികാരം ശക്തം. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ തൈക്കണ്ടിയെയും ലക്ഷ്യമിട്ട് നടന്ന ഇഡി റെയ്ഡിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണം ശക്തമാകുന്നു. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരത്തെ വാടക വീട്ടിലും മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും ഇഡി ഉദ്യോഗസ്ഥർ നടത്തിയ റെയ്ഡിനെ കുറിച്ച് തനിക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതികരിച്ചത്. മാത്രമല്ല, ഇത് സംബന്ധിച്ചുയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ അദ്ദേഹം നിശബ്ദനാവുകയും ചെയ്തു. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡിനായി എത്തുന്ന വിവരം സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിന് അറിയാമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇന്റലിജൻസ് മേധാവി പ്രതിദിന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്യും. അതായത് റെയ്ഡ് വിവരം മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന് വ്യക്തം. ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യമേറിയ വിഷയമായിട്ടും ഇക്കാര്യം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ പോലും അറിയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ആഭ്യന്തരമന്ത്രിയെ ഇക്കാര്യം അറിയിക്കാതിരുന്നത് കടുത്ത വീഴ്ചയാണെന്ന വികാരം കോൺഗ്രസ് നേതൃത്വത്തിലും ശക്തമാണ്. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇഡി ചോദ്യം ചെയ്ത സമയത്ത് ഇഡിയും CBIയും BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസികളാണെന്നും എതിർ രാഷ്ട്രീയ നേതാക്കളെ തകർക്കാൻ ആസൂത്രിതമായി ഈ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുകയാണെന്ന വികാരമാണ് കോൺഗ്രസ് പാർട്ടിയും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഉയർത്തിയിരുന്നത്. രാജ്യവ്യാപകമായി അവർ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. അതേസമയം പിണറായി വിജയന്റെ വീടുകളിൽ ഇഡി റെയ്ഡ് നടത്തിയപ്പോൾ അത് ശരിയായ പ്രവൃത്തിയെന്ന് പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെയ്തത്. CMRLന്റെ രേഖകളിൽ നിന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയതായി പരാമർശങ്ങളുണ്ട്. അതിൽ രേഖപ്പെടുത്തിയ PV പിണറായി വിജയനാണെന്ന ആരോപണമുയർന്നപ്പോൾ PV താനല്ലെന്നും ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും പിണറായി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രേഖകളിൽ RC, KK തുടങ്ങിയ പരാമർശങ്ങളും ഉണ്ടായിരുന്നു. RC രമേശ് ചെന്നിത്തലയും KK കുഞ്ഞാലിക്കുട്ടിയുമാണെന്ന ആരോപണവും നേരത്തെ ഉയർന്നിരുന്നു. വ്യക്തിപരമായല്ല, പാർട്ടി ഫണ്ടിനു വേണ്ടിയാണ് പണം വാങ്ങിയതെന്ന് ഇരുവരും പിന്നീട് പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ RC, KK തുടങ്ങിയവരെ കുറിച്ച് അന്വേഷിക്കാൻ ഇഡി തയ്യാറായിട്ടേയില്ല. ഇഡി നടത്തുന്നത് രാഷ്ട്രീയ പക്ഷപാതിത്വമാണെന്ന ആരോപണം ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ്. ഒരു സാധാരണ സാമ്പത്തിക തർക്കത്തിൽ നിന്നും ഒരു രാഷ്ട്രീയായുധമായി മാറിയ പ്രക്രിയയാണ് ഈ കേസിനെ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. 2006 ലാവ്ലിൻ കേസ് മുതൽ ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളും മാധ്യമ പ്രചാരണങ്ങളും കേരളം കണ്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് മുതൽ ബിരിയാണി ചെമ്പ് വരെ നീണ്ടുനിന്ന ആ രാഷ്ട്രീയ മാധ്യമ സംസ്കാരത്തിന്റെ പുതിയ രൂപമാണ് മാസപ്പടി വിവാദം. രാജ്യത്തുടനീളം ഇഡി CBI വേട്ടയാടലിനെതിരെ സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ കേരളത്തിൽ ഈ ഏജൻസികൾക്കായി മുറവിളി കൂട്ടുന്നതും രാഷ്ട്രീയ ഇരട്ടത്താപ്പിന്റെ മറ്റൊരു മുഖമാണ്. 2019 CMRL കമ്പനിക്കെതിരെ നടന്ന ആദായ നികുതി പരിശോധനയിൽ നിന്നാണ് പിന്നീട് എക്സാലോജിക് വീണ വിവാദം എന്ന പേരിൽ വലിയ രാഷ്ട്രീയ മാധ്യമ പ്രചാരണം ആരംഭിക്കുന്നത്. CMRL കമ്പനി വരുമാനം കുറച്ചുകാട്ടി നികുതി ബാധ്യത ഒഴിവാക്കിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ പ്രധാന ആരോപണം. ആകെ 135.4 കോടി രൂപയുടെ ചെലവുകളാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. എന്നാൽ അതിൽ വെറും 1.72 കോടി രൂപ മാത്രമാണ് എക്സാലോജിക് കമ്പനിക്ക് നൽകിയ സർവീസ് ചാർജ്. ബാക്കി 134 കോടിയിലേറെ രൂപയുടെ ചെലവുകളെ കുറിച്ചാണ് പ്രധാന നികുതി തർക്കം ഉണ്ടായിരുന്നത്. എന്നിട്ടും രാഷ്ട്രീയമായും മാധ്യമപരമായും മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടത് വീണ തൈക്കണ്ടിയുടെയും അവരുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെയും മേലായിരുന്നു. അതാണ് ഈ കേസിന്റെ രാഷ്ട്രീയ സ്വഭാവം. എക്സാലോജിക്കിന് നൽകിയ 1.72 കോടി രൂപ സേവനത്തിനുള്ള നിയമാനുസൃത പ്രതിഫലമാണെന്നാണ് CMRL കമ്പനി തന്നെ പറഞ്ഞിട്ടുള്ളത്. ബാങ്കിംഗ് റൂട്ടിലൂടെയാണ് പണം കൈമാറിയത്. TDS പിടിച്ചിരുന്നു, GST അടച്ചിരുന്നു. പിന്നീട് IGST അടച്ചതിന്റെ രേഖകളും പുറത്തു വന്നു. അങ്ങനെ വന്നപ്പോൾ കള്ളപ്പണം, രഹസ്യയിടപാട്, മാസപ്പടി എന്നീ ആദ്യ ആരോപണങ്ങൾ തന്നെ തകർന്നു. ഒരു കമ്പനി കൈക്കൂലി നൽകുകയാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിലും ഓഡിറ്റ് റിപ്പോർട്ടിലും സർവേ
സർവീസ് പേയ്മെന്റായി രേഖപ്പെടുത്തുകയും അതിനെ GST അടയ്ക്കുകയും ചെയ്യുമോ എന്ന അടിസ്ഥാന ചോദ്യമാണ് ഇടത് കേന്ദ്രങ്ങൾ ഉയർത്തിയത്. ഇതിന് വ്യക്തമായ മറുപടി പോലും ലഭിച്ചതുമില്ല. ഈ കേസിന്റെ മറ്റൊരു പ്രധാന ഘടകം ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാണ്. എന്നാൽ ആ ഉത്തരവിന്റെ നിയമപരമായ സ്വഭാവം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആരോപണ വിധേയരായ വീണയെയോ എക്സാലോജിക്കിനെയോ നേരിട്ട് കേൾക്കാതെയാണ് ആ സമിതി തീരുമാനത്തിലെത്തിയത്. ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ചെയ്യേണ്ട അടിസ്ഥാന നടപടികൾ പോലും പാലിച്ചില്ല. അതിലുപരി CMRL കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പിന്നീട് അഫിഡവിറ്റ് നൽകി. ഇല്ലീഗൽ പേയ്മെന്റ് ഉണ്ടായിട്ടില്ല. പരിശോധനയ്ക്കിടെ ലീഡിംഗ് ചോദിച്ചാണ് ചില ജീവനക്കാരിൽ നിന്ന് തെറ്റായ മൊഴികൾ എടുത്തതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. കേസിന്റെ മുഴുവൻ അടിസ്ഥാനവും പിന്നീട് ചില ലൂസ് ഷീറ്റുകളിലേക്കും അവയിലെ ചുരുക്കെഴുത്തുകളിലേക്കും ചുരുങ്ങി. PV, RC, OC, KK, IK എന്നിങ്ങനെ എഴുതിയിരുന്നുവെന്നാണ് ആദായ നികുതി വകുപ്പ് പറഞ്ഞത്. എന്നാൽ ആ രേഖകൾ കമ്പനിയുടെ ഔദ്യോഗിക അക്കൗണ്ട് ബുക്കിന്റെ ഭാഗവുമല്ല. ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 34 പ്രകാരം റെഗുലർ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇല്ലാത്ത ലൂസ് ഷീറ്റുകൾക്ക് തെളിവ് മൂല്യമില്ല. സുപ്രീം കോടതി ജെയിൻ ഹവാല കേസിൽ പോലും ഡയറി എൻട്രീസ് തെളിവായി അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലും പ്രധാനമായി ആ ഇനീഷ്യൽസുകളിൽ നിന്ന് PV മാത്രം തിരഞ്ഞെടുത്ത് അത് പിണറായി വിജയനാണെന്ന് പറയുകയും അതേ രേഖകളിൽ വന്ന RC, OC, KK, IK എന്നിവയെക്കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്തതിനെ കോടതികളും ചോദ്യം ചെയ്തു. ഒരേ രേഖയിൽ നിന്ന് ഒരു ഭാഗം മാത്രം എടുത്ത് സെലക്റ്റീവ് അന്വേഷണം നടത്താൻ സാധിക്കില്ലെന്നത് ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ അടിസ്ഥാന തത്വമാണ്. പിന്നീട് ചില രാഷ്ട്രീയ നേതാക്കൾ CMRL നിന്ന് സംഭാവന സ്വീകരിച്ചതായി സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അതിലൊന്നും ആരും താല്പര്യം കാണിച്ചില്ല. ROC റിപ്പോർട്ടിനെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദവും ഇതേ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ്. കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ബാംഗ്ലൂർ ഓഫീസ് പ്രവർത്തിച്ചില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടി പരാതി നൽകപ്പെട്ടു. തുടർന്ന് ROC വിശദീകരണം തേടി. എന്നാൽ ആ സമയത്ത് രാജ്യത്തെ ഭൂരിഭാഗം ഓഫീസുകളും അടഞ്ഞുകിടക്കുകയായിരുന്നു. പിന്നീട് സെലക്റ്റീവ് ലീക്കിംഗ് വഴി ROC റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ മാത്രം മാധ്യമങ്ങളിൽ എത്തിയെങ്കിലും റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മാത്രം പുറത്തു വന്നില്ല. തുടർന്ന് SFIO, ED തുടങ്ങിയ കേന്ദ്ര ഏജൻസികളും കേസിലേക്ക് എത്തി. എന്നാൽ 4 കേന്ദ്ര ഏജൻസികൾ 2 വർഷത്തിലേറെയായി അന്വേഷിച്ചിട്ടും യാതൊരു വ്യക്തമായ കുറ്റകൃത്യവും തെളിയിക്കാനായിട്ടില്ല. അതിനിടയിൽ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് സബ്ജുഡൈസ് ആയിരിക്കെ കുറ്റപത്രം ചില മാധ്യമങ്ങളിലേക്ക് ലീക്ക് ചെയ്യപ്പെട്ടുവെന്ന വിവാദവും ഉണ്ടായി. പ്രതികൾക്ക് പോലും ഔദ്യോഗികമായി നൽകാത്ത രേഖകൾ ചില മാധ്യമ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും കൈകളിലെത്തിയത് എങ്ങനെയെന്ന ചോദ്യമുയർന്നു. ഇപ്പോഴത്തെ ED റെയ്ഡും ആ തുടർച്ചയുടെ പല ഭാഗമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഇതുവരെ ഉണ്ടായ എല്ലാ അന്വേഷണങ്ങളിലും ആരോപണങ്ങൾ തുടർച്ചയായി മാറുകയും ഓരോ ആരോപണവും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തകരുകയും ചെയ്തിട്ടുണ്ട്. സേവനം നൽകിയെന്നതും ബാങ്ക് വഴി പണം ലഭിച്ചതും നികുതി അടച്ചതും ഓഡിറ്റ് ട്രയൽ ഉണ്ടായിരുന്നതും കമ്പനി രേഖകളിൽ ഇടപാട് ഉൾപ്പെടുത്തിയതും എല്ലാം അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നിട്ടും ഒരു സ്ത്രീ സംരംഭകയെ അവരുടെ പിതാവിന്റെ രാഷ്ട്രീയ തിരിച്ചറിയൽ മാത്രം കൊണ്ട് നിരന്തരമായി വേട്ടയാടുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ദശലക്ഷക്കണക്കിന് കോടികളുടെ യഥാർത്ഥ സാമ്പത്തിക അഴിമതികൾ നടക്കുന്ന രാജ്യത്ത് 1.72 കോടി രൂപയുടെ നിയമാനുസൃത സേവന ഇടപാടിനെ ദേശീയ അഴിമതി പോലെ ചിത്രീകരിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയങ്ങളാണെന്ന വിമർശനമാണ് ശക്തമായി ഉയരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്താഘാതം CPMന്റെ അടിത്തട്ടിനെ വരെ ഉലച്ചിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ED റെയ്ഡിന്റെയും തുടർ സംഭവ വികാസങ്ങളുടെയും വെളിച്ചത്തിൽ സംഘടനാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കമാണ് CPM നേതൃത്വം നടത്തുന്നത്. വലിയ തോതിൽ അത് വിജയിച്ച കാഴ്ചയാണ് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ഇരമ്പിക്കൊണ്ടിരിക്കുന്നത്.